ഹലോ, വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സമയം ഏകദേശം 10:30 ഞാൻ ഇന്ന് തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, ഞങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ബാങ്ക് ലോണിൻ്റെ. ബാങ്ക് ലോൺ എല്ലാവർക്കും ആവശ്യമായിട്ടുള്ളവർക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും ആവശ്യമുള്ളൊരു കാര്യമാണ്. പക്ഷെ അതിൽ ചില കാര്യങ്ങൾ നമ്മളൊരു വീടോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റോ അല്ലെങ്കിൽ ഒരു വില്ലയോ എന്തുമായിക്കൊള്ളട്ടെ, നമ്മൾ ബാങ്ക് ലോൺ, അതായത് അപ്പോൾ നമ്മൾ എടുക്കുന്ന ലോണിൻ്റെ പേരാണ് ഹോം ലോൺ എന്നുള്ളത്. ബാങ്കിൽ അവർ പലതരത്തിലുള്ള ലോൺ നമുക്ക് തരുമല്ലോ. കാർ ലോൺ തരും, ഹോം ലോൺ തരും, അതുപോലെ തന്നെ പേഴ്സണൽ ലോൺ തരും, ഗോൾഡ് ലോൺ തരും, മോർട്ട്ഗേജ് ലോൺ തരും. മോർട്ട്ഗേജ് ലോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലോട്ട് വെച്ചിട്ട് ലോൺ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മോസ്റ്റ് ഫെമിലിയർ ആയിട്ടുള്ള ടേംസ് ആയിരിക്കും കാർ ലോണും അതുപോലെ തന്നെ ഹോം ലോണും. ഇതിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഹോം ലോണിനെ പറ്റിയിട്ടാണ്. നമ്മളിപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു ഹോം ലോൺ അപ്ലൈ ചെയ്യാൻ പോകുമ്പം ബാങ്ക് നമ്മളോട് ചോദിക്കുന്നത് എന്താണ്? നമ്മുടെ ആധാർ കാർഡ് ചോദിക്കും, പാൻ കാർഡ് ചോദിക്കും, അതേപോലെ തന്നെ നമ്മളുടെ സാലറി സർട്ടിഫിക്കറ്റ്, നമ്മൾ വർക്കിംഗ് ആണെന്ന് ബാങ്കിന് അറിയണം, സോഴ്സ് ഓഫ് ഇൻകം ബാങ്കിന് കാണണം. ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ബിസിനസ്സിൻ്റെ ആ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളാണ് കാണുന്നത്. ഞാനൊരു സാലറീഡ് ആയിട്ടുള്ള പേഴ്സൺ, അയാളെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പം അതായത് ഞങ്ങൾ എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് ആണ് കൊടുത്തത്, എന്തെല്ലാമാണ് ഞങ്ങൾ ഫേസ് ചെയ്തത്, പിന്നെ എന്തെല്ലാമാണ് നമ്മൾ നമ്മുടെ ലോൺ എടുക്കാൻ പോകുന്നതിന് മുന്നേ, അതായത് നമ്മളുടെ ട്രാക്ക് എങ്ങനെയാണ് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത് എന്നത് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നും ഞങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. ഹസ്ബൻഡ് ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ, അപ്പം ഞാൻ പറഞ്ഞുതരാം. ആക്ച്വലി ഞങ്ങൾ ഏകദേശം ഒരു 1.5 ഇയേഴ്സ് ആ സമയത്താണ് നമ്മൾ ഒരു ഹോം ലോൺ, അതായത് നമുക്കൊരു പുതിയതായിട്ടൊരു ഹോം ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബാങ്കിനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ബാങ്ക് ചോദിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യുന്നു. ആപ്ലിക്കൻ്റായിട്ട് എൻ്റെ ഡോക്യുമെൻറ്റ്സും കൊടുക്കുന്നു. വേറൊരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ട്രാക്ക് ക്ലിയർ ആയിരുന്നു, വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാൽ തന്നെയും തലനാരിഴയ്ക്കാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. ഞങ്ങളുടെ സിബിൽ സ്കോർ ഒരുപാട്, അതായത് വളരെ ഇഷ്യൂ ആവേണ്ട ഒരു റീസൺ ഇതിനിടയിൽ ഉണ്ടായിരുന്നു. പക്ഷേ 98, 99, അതായത് അറിയാലോ 1998, 1999 ഈ സമയങ്ങളിൽ മിക്കവർക്കും അറിയാൻ പറ്റും, ആധാർ പാൻ കാർഡൊന്നും അത്ര ആക്റ്റീവായിട്ട് വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു വന്നിട്ടേ ഇല്ല എന്ന് തോന്നുന്നു. ആധാർ കാർഡ് വന്നിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു അറിവ്. പാൻ കാർഡ് എനിക്ക് അറിയത്തില്ല. ഇനി എന്താ ആയിക്കൊള്ളട്ടെ. ആ സമയത്ത് അതായത് ഹസ്ബൻഡ് ഒരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു, ഹോം ലോൺ. അതായത് ഹസ്ബൻഡിൻ്റെ സിസ്റ്ററിന് വേണ്ടിയിട്ടുള്ള ലോണായിരുന്നു അത്. സാലറീഡ് ആയിട്ടുള്ള പേഴ്സൺ ഹസ്ബൻഡ് ആയിരുന്നതിനാലും NRI സ്റ്റാറ്റസ് ഉള്ളതിനാലും അവർ പ്രോപ്പർട്ടിയിൽ, അതായത് പ്ലോട്ടിൽ ഒരു പ്രോപ്പർട്ടി വെക്കാൻ വേണ്ടിയിട്ടുള്ള, അതായത് ഒരു വീട് വെക്കാനുള്ള ലോണായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിൽ എടുത്തത്. ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നിട്ടായിരുന്നു എടുത്തത്. പക്ഷേ ചില കാരണങ്ങളാൽ ബാങ്ക് ലോൺ അടവ് ഒരുപാട് മുടങ്ങിയതുകൊണ്ട് എന്തു പറ്റി? അവിടെ ഒരുപാട് ബൗൺസ് വന്നു. ലോൺ അടയ്ക്കുന്നതിന് മുടങ്ങിയപ്പോൾ ബൗൺസ് വന്നു. പക്ഷേ ഇത് ഹസ്ബൻഡ് ഒന്നും അറിയുന്നില്ല. ഹസ്ബൻഡിൻ്റെ പേരിൽ എടുത്ത ലോണാണ്. ഹസ്ബൻഡിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അയച്ചു കൊടുത്തു. പവർ ഓഫ് അറ്റോർണി ഇതുപോലെ തന്നെ അയച്ചു കൊടുത്തു. എല്ലാം എംബസി അറ്റസ്റ്റ് ചെയ്ത് സാലറി സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം അയച്ചു കൊടുത്തു. ഞാനിത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയുന്ന വേറൊന്നുമല്ല. ഇത് പറയുമ്പം എനിക്കറിയാം ചില ചില പ്രഷറുകൾ എനിക്കുണ്ടാവുമെന്ന്. പക്ഷേ ഞാൻ പറയുമ്പം ഒരാൾക്കെങ്കിലും അത് ഉപകാരപ്പെടണമെങ്കിൽ പെടട്ടെ എന്നുള്ളൊരിതോടെയാണ് ഞാനദ്ദേഹം പറയുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പെർമിഷനുണ്ട് പറഞ്ഞോളാൻ കേട്ടോ. അപ്പോൾ എനിക്ക് പിന്നെ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ, അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു ഇഷ്യൂസ് വന്നു. ഞാൻ വീണ്ടും പറയുന്നത്, മനഃപൂർവ്വം അടവ് മുടക്കിയതായിരിക്കണമെന്നില്ല. പല കാരണങ്ങളാൽ അടവ് മുടങ്ങാമല്ലോ. അപ്പം ഹസ്ബൻഡ് അപ്പോൾ അതിന് ശേഷം നാട്ടിലേക്ക് ആളുടെ ജോലി പോകുന്നു, നാട്ടിലേക്ക് വരുന്നു. അപ്പം ഒന്നും കൂടെ ഇഷ്യൂസ് ആവുന്നു. അപ്പം അങ്ങനെ അതുപോലെ തന്നെ അടയ്ക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരുമിച്ച് കൊണ്ടുവന്ന് അടയ്ക്കും, അല്ലെങ്കിൽ ചില മന്തിൽ അത് മിസ്സാവുകയും ചെയ്യും അടയ്ക്കലും കാര്യങ്ങളൊക്കെ. ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരുന്ന കൊണ്ടും പിന്നെ ഒരു 2003, 2005 ആ സമയമൊക്കെ ആയിരുന്നത് കൊണ്ടിട്ടും അത് ഏകദേശം ജപ്തിയിലോട്ട് വന്നില്ല. പക്ഷേ പ്രശ്നം പറ്റുന്നത് ആർക്കാണെന്നറിയോ? ഇവിടെ ആർക്കായിരിക്കും പ്രശ്നം പറ്റുന്നത്? എൻ്റെ ഹസ്ബൻഡിനായിരിക്കും പ്രശ്നം പറ്റുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ട്രാക്കിനായിരിക്കും പ്രശ്നം പറ്റുന്നത്, ഇല്ലേ? അപ്പം 1998 ആ ടൈമിലെടുത്ത ലോണായിരുന്നു അത്. അപ്പോൾ ആ സമയത്ത് ആധാറും പാനും സറണ്ടർ ചെയ്യാതിരുന്നത് കൊണ്ടിട്ട് രക്ഷപ്പെട്ടു എന്ന് പറയാം. അതാണ് ഞാൻ പറഞ്ഞത്, തലനാഴിയിലേക്ക് അദ്ദേഹം രക്ഷപ്പെട്ടു.
അതുകൊണ്ട് ഈ കഴിഞ്ഞ വർഷങ്ങളിലെ ലോൺ എടുത്തപ്പം ഞങ്ങൾ ആദ്യം തന്നെ പേടിച്ചത്, ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ ഒരു വില്ല എന്നുള്ളൊരു പ്ലാനിലേക്ക്, പുള്ളിക്കാരന് ഫ്ലാറ്റ് ഇഷ്ടമല്ല, എൻ്റെ ഹസ്ബൻഡിന് ഫ്ലാറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഇഷ്ടമല്ലായിരുന്നു, വില്ല എന്നതിലോട്ട് അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നീട് പോയത്. അപ്പോൾ വില്ല എടുക്കാനുള്ളൊരു പ്ലാൻ വന്ന് ഞങ്ങൾ ഫെഡറൽ ബാങ്കിനെയാണ് ഞങ്ങൾ സമീപിച്ചത്. അപ്പോൾ ഞങ്ങൾ ആദ്യം കരുതിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മൾ പിന്നീട് എല്ലാവരും പറയുന്നുണ്ട് നമ്മൾ എന്തെങ്കിലും ആർക്കെങ്കിലും വേണ്ടി കോ ആപ്ലിക്കൻ്റ് ആയിട്ട് നിന്നാലോ അല്ലെങ്കിൽ മെയിൻ ആപ്ലിക്കൻ്റ് ആയിട്ട് നിന്നാലോ നമുക്ക് വേണ്ടിയിട്ടല്ല, ഇപ്പം നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണെങ്കിലും എന്തെല്ലാം കാരണവശാൽ അവർക്ക് അടയ്ക്കാൻ പറ്റാഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ബൗൺസ് വന്നിട്ടുണ്ടെങ്കിൽ ആധാറിലും പാൻ കാർഡിലും റിഫ്ലക്റ്റ് ചെയ്യും നമുക്ക് ഉറപ്പാണ്. അപ്പം ഞങ്ങൾക്കൊരു പേടി എന്ന് പറഞ്ഞാൽ ദൈവം ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ പെട്ടിട്ടുണ്ടാവും, കാരണം നമുക്കറിയാമല്ലോ അവർ ട്രാക്കൊക്കെ അടച്ചിട്ടില്ല, കുറേ മിസ്സിങ് ഉണ്ട്, അപ്പം നമുക്കത് അറിയുകയും ചെയ്യാം. അപ്പം ഞങ്ങളിത് മാനേജറുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു. മാനേജർ പറഞ്ഞു അന്നത്തെ കാലത്താണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇത് വന്നിട്ടില്ല, ആക്ച്വലി 1998 1999 ഈ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല, അപ്പോൾ കുഴപ്പമില്ലായിരിക്കാം എന്ന് പറഞ്ഞു. അന്നേരം പക്ഷെ ഞങ്ങൾക്കൊരു ഡൗട്ട്, ഇനി എങ്ങാനും ചിലപ്പോൾ നമ്മൾ ആധാറും പാൻ കാർഡും നമ്മുടെ വീട്ടുകാരല്ല എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ബാങ്കിൽ അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവരിടയ്ക്ക് സാമിനെ കോൺടാക്ട് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അറിയത്തില്ല എന്തെങ്കിലും കോപ്പി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ, ആധാറോ പാൻ കാർഡോ പാസ്പോർട്ടിൻ്റെ കോപ്പിയോ അതൊക്കെ നമ്മുടെ വീട്ടുകാരുടെ കയ്യിലും കാണുമല്ലോ, നമ്മളുടെ മക്കളുടെ കാണുമല്ലോ, കാണാതിരിക്കില്ലല്ലോ. ഞാൻ പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പർപ്പസ്ഫുള്ളി പെടുത്തണമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിലിപ്പം പണ്ടത്തെ ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ബാങ്കിൽ നിന്ന് വിളിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറയുമ്പം ഉടനെ കൊണ്ടുവന്നിട്ട് അത് സബ്മിറ്റ് ചെയ്യുന്നൊരു പതിവുണ്ട്. പക്ഷേ ബാങ്കുകാർക്ക് മാക്സിമം ഡോക്യുമെൻറ്റ്സ് ആണ് അവർ ഷെയർ ചെയ്ത് വെക്കുന്നത്. ഒരു ലോൺ ആരുടെയെങ്കിലും പേരിലുണ്ടെങ്കിൽ അയാളുടെ സംബന്ധിച്ചിട്ടുള്ള ബാങ്കിൻ്റെ റിക്കവറി കൂടുതൽ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് അയാളെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സും അവർ വാങ്ങിച്ചു വെക്കും. അപ്പം ഇങ്ങനെ എന്തെങ്കിലും പാനോ ആധാറോ അവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ പെട്ടു എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. അപ്പം ഞങ്ങളപ്പം ബാങ്കിൽ അത് ചെക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം മാനേജറുടെ കയ്യിൽ ഞങ്ങളത് കൊടുത്തു. മാനേജർ സാർ നല്ലൊരു കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു. തൃക്കാക്കര ബ്രാഞ്ചിലുള്ള ഒരു വ്യക്തിയാണ് ഫെഡറൽ ബാങ്കിൻ്റെ മാനേജർ. അദ്ദേഹം ഇപ്പോഴും അവിടെ തന്നെ പുള്ളിക്കാരനുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ വളരെ ഞങ്ങളെക്കാളും ഹാപ്പിയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷകളൊക്കെ ഏകദേശം പോയി കിടക്കുമായിരുന്നു കേട്ടോ. ഞങ്ങൾ വിചാരിച്ചു രക്ഷയില്ല, വേണ്ട, നമുക്കിത് കിട്ടിയില്ലെങ്കിൽ സങ്കടപ്പെടേണ്ട, നമുക്ക് പതുക്കെ കുറച്ചും കൂടി സേവ് ചെയ്തിട്ട് വാങ്ങാം എന്നുള്ളൊരു മൈൻഡൊക്കെ ആയിരുന്നു, കുറച്ചും കൂടി കഴിയട്ടെ എന്നുള്ള രീതിയിലായിരുന്നു. ബാങ്ക് ലോൺ കിട്ടിയില്ല. പക്ഷേ ബാങ്ക് ലോൺ കിട്ടിയില്ലെങ്കിൽ ഇപ്പം ഞങ്ങളുടെ പോലത്തെ ആൾക്കാർക്കൊന്നും ഒരിക്കലും അങ്ങനത്തെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുക ഈസി അല്ല. നമുക്ക് എന്തായാലും ലോൺ വേണം, നമുക്ക് തിരിച്ചടയ്ക്കാൻ പറ്റും, പക്ഷെ ഒരു ലോൺ വേണം, ഇനീഷ്യൽ ഒരു എമൗണ്ട് നമുക്ക് വേണം. അങ്ങനെ ഞങ്ങൾ ബാങ്കിൽ ചെന്ന് സംസാരിച്ച് നോക്കിക്കഴിഞ്ഞപ്പം നമ്മുടെ ആധാറും പാൻ കാർഡും കൊടുത്തു. ട്രാക്ക് നോക്കിക്കഴിഞ്ഞപ്പം ഒരു പ്രശ്നവുമില്ല. അന്നത്തെ സമയം ആയതുകൊണ്ടിട്ട് ആ ഒരു കാലയളവായതുകൊണ്ടിട്ട് ഒന്നും പെട്ടിട്ടില്ല. ആധാറും പാൻ കാർഡും അന്ന് ലോൺ എടുത്തപ്പം കൊടുക്കാതിരുന്നുകൊണ്ടിട്ട്. പിന്നെ എന്തോ അവരുടെ വീട്ടുകാരുടെ കയ്യിലത് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ എന്തോ അവരും ബാങ്കിൽ നിന്ന് വിളിച്ചു. പിന്നെ അത് സാമിനോട് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, സാമിൻ്റെ വീട്ടിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആധാർ തരുമെന്ന്. പക്ഷേ സാം അത് എന്തോ കൊടുത്തില്ല. പിന്നെ അവരുടെ കയ്യിലുണ്ടായിരുന്നു കാണത്തില്ല, അതുകൊണ്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുമില്ല. ഞങ്ങൾ രക്ഷപ്പെട്ടു കേട്ടോ, ഇല്ലെങ്കിൽ നമ്മൾ പെട്ടേനെ. അപ്പോൾ എനിക്കിത് പറയാനുള്ളതെന്ന് പറഞ്ഞൊരു കാര്യമുള്ളൂ, നമ്മുടെ ആധാർ കാർഡ് പാൻ കാർഡ് എല്ലാ കാര്യങ്ങളും ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയായിരിക്കാം. എന്നാലും ഞാനൊരു ഇതായിട്ട് പറയുവാണ്, ദയവായിട്ട് നമ്മൾക്ക് വേണ്ടി, നമ്മളുടെ സ്വന്തമല്ലാത്ത ഒരു പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു പ്ലോട്ട് വാങ്ങാൻ വേണ്ടിയിട്ടോ, അത് എത്ര വലിയ റിലേറ്റീവ്സ് ആണ്, ഇപ്പോൾ നമ്മുടെ സിബ്ലിങ്സ് ആണെന്നുണ്ടെങ്കിലും അത് സിബ്ലിങ്സ് ഉള്ളവരൊക്കെ പ്രത്യേകിച്ച് സൂക്ഷിക്കുക. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഡോക്യുമെൻറ്റേഷൻ ചെയ്തില്ല, അപ്പൻ്റെയും അമ്മയുടെയും പേരിലൊക്കെയാണ് പ്രോപ്പർട്ടി എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് വിൽപ്പത്രം കാര്യങ്ങളൊന്നും എഴുതി വെക്കാണ്ടൊക്കെ അപ്പനും അമ്മയും മരണോടെയാണെന്നുണ്ടെങ്കിൽ പെട്ടത് തന്നെയാണ്. പിന്നെ നമ്മൾ വെറുതെ അവരുമായിട്ട് വൈരാഗ്യവും ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ആകും. പിന്നെ അപ്പനും അമ്മയ്ക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം എന്നൊക്കെ ഉള്ള ഒരു നിയമം കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ. ഹിന്ദുക്കളുടെ ഇടയിലാണ് പിന്നെ പാരമ്പര്യം നിയമവും കാര്യങ്ങളൊക്കെ ഉള്ളത്. എന്നാൽ തന്നെയും ഈ കേസിൻ്റെ ആവശ്യം തന്നെ, ഒരു കുടുംബത്തിൽ നമ്മൾ താമസിക്കുമ്പോൾ മാക്സിമം കേസൊന്നും ഇല്ലാണ്ട് ആദ്യം തന്നെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ല. അപ്പോൾ നമ്മൾ ദയവായിട്ട് നമ്മുടെ ആധാർ പാൻ കാർഡ്, നമ്മുടെ അത്യാവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് ഒന്നും മറ്റൊരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാതിരിക്കുക. നമ്മൾ ആധാറും പാൻ കാർഡും കൊടുത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മളുടെ ഡോക്യുമെൻറ്റ്സ് നമ്മളുടെ പേരിലല്ലാണ്ട് നമ്മൾ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് NRI ആകുമ്പം നമ്മുടെ പേരിൽ മാത്രമേ ലോൺ കിട്ടത്തുള്ളൂ, നമുക്ക് മാത്രമേ ഒരു ഒരു NRI സ്റ്റാറ്റസ് ഉള്ളൂ, അല്ലെങ്കിൽ നമ്മളുടെ മാത്രമേ സാലറി സർട്ടിഫിക്കറ്റ് കാണിക്കാൻ പറ്റത്തുള്ളൂ, ഇൻകം പ്രൂഫ് കാണിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞാലും അത് നമ്മുടെ പേരിൽ മാക്സിമം ഇടിപ്പിക്കുക. ആ പ്രോപ്പർട്ടി നമ്മുടെ പേരിലാക്കിയിട്ട് നമ്മൾ ചെയ്യുക. എന്നാലും കുഴപ്പമില്ല, പിന്നെ നമുക്ക് പേടിക്കാനില്ലല്ലോ. അങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്യുക. അല്ലാണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി, ഇപ്പം നമ്മുടെ സിബ്ലിങ്സിന് വേണ്ടി നമ്മൾ നിന്ന് കഴിഞ്ഞിട്ട് ഫൈനലി അവരോട് നമുക്കൊരു ശത്രുതയാവാനേ ചാൻസ് ഉള്ളൂ. ഇൻ കേസ് ഇപ്പോൾ എന്തെങ്കിലും ഇതുപോലത്തെ ഇഷ്യൂസൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ. ഇപ്പം ഞങ്ങളുടെ ഇടയിൽ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല, കാരണം നമുക്ക് അങ്ങനത്തെ ഒരു പെട്ടില്ല ഭാഗ്യത്തിന്. അതെന്തോ
ഭാഗ്യമെന്തോ ദൈവഭാഗ്യം കൊണ്ട് പെട്ടില്ല. അപ്പോൾ ഇതൊന്നാമത്തെ കാര്യം. നമ്മുടെ പേരിലല്ലാത്ത ഒരു പ്രോപ്പർട്ടിക്കോ അല്ലെങ്കിൽ ഒരു പ്ലോട്ടിനോ എന്തിനു വേണ്ടിയിട്ടും നമ്മുടെ സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് എന്താണെങ്കിലോ അല്ലെങ്കിൽ നമ്മളോ ആൾജാമ്യമോ അല്ലെന്നുണ്ടെങ്കിൽ ലോണോ അല്ല കോ ആപ്ലിക്കൻറ്റോ മെയിൻ ആപ്ലിക്കൻറ്റോ ആവാതിരിക്കുക. ഓക്കെ. ഇപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു വില്ലയോ പ്ലോട്ടോ എന്തും ആയിക്കൊള്ളട്ടെ എന്തും വാങ്ങാൻ പോവാണ്. അത് വാങ്ങാൻ പോകുന്നതിന് മുമ്പ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളൊരു 3 years അല്ലെങ്കിൽ നമ്മളൊരു സാലറി കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് പ്രിപ്പയർഡ് ആയി കഴിഞ്ഞതിന് ശേഷമായിരിക്കുമല്ലോ നമ്മളൊരു വീടിനെ പറ്റിയും വില്ലയൊക്കെ പറ്റിയും നമ്മൾ സ്വന്തമായിട്ടൊരു ചിന്ത, അങ്ങനെ ഒരു ഫാമിലി വേണം അല്ലെങ്കിൽ നമുക്കൊരു പ്രോപ്പർട്ടി വാങ്ങണം എന്നൊക്കെ തോന്നുന്നത് നമുക്ക് ആ സമയത്തായിരിക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആ ഒരു മൂമെൻറ്റിൽ നമുക്ക് ചിലപ്പം കൂടുതൽ നമുക്ക് സേവിങ്സ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ചില ടൈറ്റ് വരും. അയ്യോ ഞാൻ എന്ത് ചെയ്യും, നമ്മൾ കൂടി കൺഫ്യൂസ്ഡ് ആവും. ചിലപ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ കയ്യിൽ ചിലപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ കാശുണ്ടായൊന്നും വരത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്ത കാര്യങ്ങളാണ് കുഞ്ഞു ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആയിരുന്നു ഞങ്ങൾ ചെയ്തത്. ലൈക്ക് ഈ പറഞ്ഞതുപോലെ നമ്മുടെ കയ്യിലുള്ളതുപോലെ കൊണ്ടുവന്നിട്ട് നമ്മൾ പേ ചെയ്യുക. ഞങ്ങൾ മലബാറിലായിരുന്നു ചെയ്തത്, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലായിരുന്നു ചെയ്തത്. ചെറിയൊരു എമൗണ്ട് ആയിരിക്കും നമ്മൾ പേ ചെയ്യുന്നത്, പക്ഷെ അതൊരു കുറച്ചുകൂടി കഴിയുമ്പോൾ അത് ബൾക്കാവും. ബൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അരപ്പവനുള്ളതാകാം, പിന്നെ 1 പവനുള്ളതാകാം. അങ്ങനെ നമ്മൾ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ച് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് നമ്മുടെ 1000 ഉള്ളെങ്കിൽ നമ്മൾ 1000 കൊടുത്താൽ മതി. അടുത്ത മാസം നമ്മൾ ചിലപ്പോൾ 2000 ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ പിന്നെ 1000 ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ നമുക്ക് പറ്റുന്ന രീതിയിൽ ആ പല തുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന പോലെ അത്രേ ഉള്ളൂ. ഇപ്പം ഇന്ന് നമ്മളിപ്പോൾ ജൂൺ 8-ാം തീയതിയാണ്. ഇപ്പം ഓക്കെ, ജൂൺ 8-ാം തീയതി. ജൂൺ 8-ാം തീയതി നമ്മൾ ഇന്നത്തെ ഗോൾഡ് വിലയിൽ തന്നെ നമുക്ക് എന്ന് നമ്മൾ ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നുവോ, എമൗണ്ട് അത്യാവശ്യമായി കഴിയുമ്പോൾ ഒരു അരപ്പവനുള്ളത് ആയി കഴിയുമ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നുവോ, ഇന്നത്തെ വിലയിൽ തന്നെ നമുക്ക് അവിടെ നിന്ന് ഗോൾഡ് നമുക്ക് വാങ്ങാനും പറ്റും. പിന്നെ ഗോൾഡ് വാങ്ങുമ്പം സുഹൃത്തുക്കളെല്ലാവരും ശ്രദ്ധിക്കുക, നമ്മൾ പെണ്ണുങ്ങൾക്ക് പൊതുവേ വൈറ്റ് ഗോൾഡ്, സിംഗപ്പൂർ മേക്ക്, പിന്നെ എന്താ സിർക്കോൺ കല്ല്, പിന്നെ അതുപോലെ തന്നെ കല്ലുകളോടൊരു താല്പര്യം കാണും. ദയവായിട്ട് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അല്ലെങ്കിൽ നമുക്കൊരു എയിം ഉണ്ടെങ്കിൽ നമ്മൾ ദയവായിട്ട് ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. ഗോൾഡ് കോയിനില്ലേ, കോയിനിൽ തന്നെ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യുക. ഒരു പ്രശ്നമില്ല, നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതേ കാശിന് നമുക്ക് തിരിച്ചു കിട്ടും, വേറെ ഒരു ഇഷ്യൂസും ഉണ്ടാവത്തില്ല. അപ്പം നമ്മളഥവാ ലോൺ അല്ലെങ്കിൽ നമ്മൾ ഗോൾഡ് ലോണാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു കുളത്തിട്ട് വാങ്ങിച്ചാൽ മതി. ആ കോയിനിൽ കുളത്ത് എന്തോ വേണമെന്നുണ്ട്. നമ്മൾ ഇപ്പം ഗോൾഡ് വിൽക്കുവാണെങ്കിൽ ആ പ്രശ്നമില്ല. അല്ല നമ്മളിപ്പം ഗോൾഡ് ലോൺ വെച്ചിട്ടാണ് നമ്മൾ ആ കാശ് എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പിന്നീട് ഒരു കുളത്തിട്ടിട്ട് ആ കോയിൻ വാങ്ങുക, അത്രയേ ഉള്ളൂ. വിൽക്കുവാനാണെങ്കിൽ ഈ പ്രശ്നമില്ല കേട്ടോ, വീണ്ടും പറയുവാണേ. പിന്നെ അങ്ങനെ അപ്പം അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, ഗോൾഡ് ലോൺ ഇൻവെസ്റ്റ്മെൻറ്റാണ് കുറച്ചുകൂടി നല്ലത്. കുറിയേക്കാലമൊക്കെ നല്ലത്. നമ്മൾ വീടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ കുറിയാണെങ്കിൽ ഇത്ര കാലയളവ് കാത്തിരിക്കണ്ടേ. ഗോൾഡ് ആണെങ്കിൽ ഇപ്പം വില കൂടിക്കൊണ്ടിരിക്കുക, ഗോൾഡിന് കുറയത്തില്ല. അപ്പോൾ ഒരു 5-10 പവൻ നമ്മുടെ കയ്യിൽ വരുവാണെങ്കിൽ, ഇപ്പോൾ ഒരു 8 പവൻ വരുവാണെങ്കിൽ നമുക്ക് അന്നത്തെ ആ വിലയിട്ട് ആ ഗോൾഡ് വിറ്റാൽ നമുക്ക് ആ ഒരു എമൗണ്ട് കിട്ടും. ഒരു അഡ്വാൻസ് തുക കൊടുക്കാനുള്ള ഒരു എമൗണ്ടൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ഒരു വീട്, ഇപ്പം നമ്മളൊരു ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, നമ്മളൊരു 55 ലക്ഷത്തിൻ്റെ ഒരു 57 ലക്ഷത്തിൻ്റെ വില്ലയാണെന്ന് കരുതിക്കോ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ബാങ്കിൽ നമ്മൾ ലോണിന് വേണ്ടി ചെല്ലുവാണ്. നമുക്ക് എത്ര വന്നാലും നമുക്ക് ബാങ്കിൽ നിന്ന് കൂടി വന്നാൽ ഒരു 45 ലക്ഷമേ നമുക്ക് കിട്ടത്തുള്ളൂ നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന്. ഓക്കെ, 45-47 വരെ ചിലപ്പോൾ റേസ് ചെയ്യാൻ പറ്റിയെന്നിരിക്കാം, ചിലപ്പോൾ 48 പോട്ടെ, 48. അതിൻ്റെ അപ്പുറത്തേക്കുള്ള ബാക്കി എമൗണ്ട്, അപ്പോൾ 48 കഴിച്ചിട്ട് ബാക്കി 57-ൽ എത്ര വേണ്ടി വരും? 9 ലക്ഷം വേണ്ടി വരും, ശരിയല്ലേ? 9 ലക്ഷം ആയിരിക്കും, 9 ലക്ഷം വേണ്ടി വരും. പിന്നെ ആ 9 ലക്ഷം പ്ലസ് രജിസ്ട്രേഷൻ എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അല്ലാണ്ട് ഒരിക്കലും 57 ലക്ഷം മൊത്തം ബാങ്ക് നമുക്ക് ലോൺ തരത്തില്ല. അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും, അല്ലാത്തവരോടാണ് ഞാൻ പറഞ്ഞത്. കാരണം ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു മിഥ്യാധാരണകളൊക്കെ ആദ്യം ഉണ്ടായിരുന്നു, ഫുൾ ലോൺ കിട്ടും. ലോൺ കൊടുക്കുന്ന ചില സ്ഥലങ്ങളുണ്ടാകാം, പെടല്ലേ ചെന്നിട്ട് പെട്ടത് തന്നെയാണ്. നമ്മൾക്ക് പലിശയൊക്കെ കൂടി നമുക്ക് ചിലപ്പോൾ അത് തിരിച്ചടവ് പറ്റാതെ നമ്മളത് വിറ്റ് കളഞ്ഞ് അല്ലെങ്കിൽ അവർ ജപ്തി ചെയ്യണ അവസ്ഥയിലേക്ക് എത്തും. നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് തന്നെ എടുക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളൊരു വീട് എടുക്കാൻ പോയി ബാങ്കിൽ ലോൺ അപ്ലൈ ചെയ്യാൻ പോകുമ്പോഴല്ല നമ്മൾ ഓർക്കേണ്ടത് അത്തരം കാര്യങ്ങൾ. മുന്നേ തന്നെ ഒന്ന് പ്രിപ്പയർഡ് ആയിട്ട് വെക്കുക, അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ 57 ലക്ഷത്തിൻ്റെ ആണെങ്കിൽ നമ്മൾ ഏകദേശം ബാങ്ക് തരുന്നത് ഇത്ര എമൗണ്ട് ആയിരിക്കും. ബാക്കി ഒരു 9 അല്ലെങ്കിൽ 10 ലക്ഷം നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്നത് നല്ലതാണ്. പ്ലസ് രജിസ്ട്രേഷൻ എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ എടുക്കാൻ പോകുന്ന വീട് വന്നിട്ട് ഏത് ലോക്കൽ ബോഡിയുടെ അണ്ടറിലാണോ, അതായത് ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ അണ്ടറിലാണോ എന്നനുസരിച്ചിരിക്കും രജിസ്ട്രേഷൻ കോസ്റ്റ് വരുന്നത്. പഞ്ചായത്തിൻ്റെ അണ്ടറിലാണെങ്കിൽ കുറച്ച് കുറവായിരിക്കും,
മുനിസിപ്പാലിറ്റിയുടെ അണ്ടറിലാണെങ്കിൽ ഇച്ചിരി കൂടുതലായിരിക്കും, കോർപ്പറേഷൻ്റെ അണ്ടറിലാണെങ്കിൽ ഒരുമാതിരി കൂടുതലായിരിക്കും. ആ സ്റ്റാമ്പ് വാല്യൂ അങ്ങനെയായിരിക്കും വരുന്നത്. അത് നമ്മുടെ ബാങ്കിന് അറിയാൻ പറ്റും ഏകദേശം എത്രയൊക്കെ ആയിരിക്കും കോസ്റ്റ് വരുന്നതെന്ന്. കാരണം അവർ ചെയ്യുന്നതാണല്ലോ, അപ്പോൾ അവർ നമ്മളത് പറഞ്ഞു തരും. അപ്പം നമുക്ക് ഏകദേശം പ്രിപ്പയർഡ് ആയിട്ടിരിക്കാൻ പറ്റും. അപ്പം നമ്മൾ ഈ രജിസ്ട്രേഷൻ കോസ്റ്റ് ഒക്കെ എത്രയാണെന്നൊക്കെ ബാങ്കിൽ ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം വില്ല കണ്ടിട്ടുണ്ടാവണം. അല്ലെങ്കിൽ നമുക്കൊരു ഐഡിയ വേണം നമ്മൾ ഇന്ന സ്ഥലത്താണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതൊരു 50% ആൾക്കാർക്കും അത് ഉണ്ടായിരിക്കാം, ഞാൻ ഇന്ന സ്ഥലത്താണ് എടുക്കാൻ പോകുന്നത്. നമ്മൾ ലൊക്കാലിറ്റി ഒക്കെ നോക്കുമല്ലോ, നമുക്ക് അറിയാവുന്ന സ്ഥലം പിന്നെ പോയി വരവും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമല്ലോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം അങ്ങനെ ഒരു കുറച്ച് ഇപ്പോൾ അഡ്വാൻസ് തുക നമ്മുടെ കയ്യിൽ കരുതണം എന്നതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ രജിസ്ട്രേഷനുള്ള തുകയും കരുതണം. പിന്നെ കൂട്ടിയിട്ട് തരാം എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ വേറൊരു ടിപ്പ് ഞാൻ പറയാം. മാക്സിമം ബാങ്ക് ലോൺ കുറച്ചെടുക്കാൻ തന്നെ നോക്കുക. കാരണം നമ്മളത് പലിശ കൊടുത്തോണ്ടിരിക്കുമല്ലേ, കിട്ടുമ്പോൾ നമുക്ക് പേര് സന്തോഷമായിരിക്കും. പക്ഷേ ഈ നമ്മുടെ റിപ്പോ റേറ്റ് ഒക്കെ നമ്മുടെ ഒത്തിരി കൂടിയിട്ടുണ്ടെങ്കിൽ, അതായത് പലിശ നിരക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അടച്ചടച്ച് തന്നെ നമ്മൾ മുടിയും. അതുകൊണ്ട് മാക്സിമം ബാങ്ക് ലോൺ ഇച്ചിരി കുറച്ചെടുക്കുന്നതായിരിക്കാം ഏറ്റവും നല്ലത്. നമ്മൾ കുറച്ച് കയ്യിൽ കാശ് കരുതിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യം അതാണല്ലോ. പിന്നെ നമ്മളിപ്പം ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു വില്ല നമ്മൾ വാങ്ങാൻ പോവാന്ന് കരുതിക്കോ. ഒരു കാരണവശാലും എടുത്തു ചാടി അഡ്വാൻസിലോട്ട് പോവാതിരിക്കുക പെട്ടെന്ന് തന്നെ. നമ്മൾ കണ്ടു, ലൊക്കാലിറ്റി ഇഷ്ടപ്പെട്ടു, ബസ് സ്റ്റോപ്പ് അടുത്താണ്, മറ്റേ എല്ലാ എന്താ പറയുക അമ്യൂണിറ്റീസ് എല്ലാം പ്രശ്നമൊന്നും എല്ലാം ഒരു കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ഡ്രെയിനേജും വെള്ളവും കണക്ഷനും എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാലും നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വില്ലയുടെ ഡോക്യുമെൻറ്റ്സ് വാങ്ങുക, ടോക്കൺ കൊടുക്കുക. ടോക്കൺ എന്ന് ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഒന്നില്ലെങ്കിൽ ഒരു എത്ര പറയുക 1000 ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ ഒരു മാക്സിമം ഒരു 5000 നമ്മളൊരു ടോക്കൺ കൊടുത്തെന്നിരിക്കട്ടെ, പോട്ടെ ഒരു 60 ലക്ഷത്തിൻ്റെ വില്ലേക്ക് നമ്മളൊരു 5000 രൂപ ടോക്കൺ കൊടുത്തു എന്നിരിക്കട്ടെ. ആ ടോക്കണിൽ നമ്മൾ നിർത്തുക. 5000 രൂപ കൊടുത്ത് നമ്മളൊരു 2 ആഴ്ച 3 ആഴ്ച വെയിറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട, അത്രയേ ഉള്ളൂ. കാരണം വേറൊന്നുമല്ല, നമ്മൾ ഒരു ബാങ്ക് നമുക്ക് ലോൺ തരുന്നത് നമ്മളുടെ എലിജിബിലിറ്റിയും നമ്മൾ എടുക്കാൻ പോകുന്ന വില്ലയുടെ എലിജിബിലിറ്റിയും കൂടി നോക്കിയിട്ടാണ്. സപ്പോസ് ഇപ്പം നമ്മളുടെ എലിജിബിലിറ്റി എല്ലാം ക്ലിയർ ആണെന്ന് കരുതിക്കോ. എൻ്റെ സിബിൽ സ്കോർ ഒരു പ്രശ്നവുമില്ല, എനിക്ക് നല്ല സിബിൽ സ്കോർ ഉണ്ട്, 850 സിബിൽ സ്കോർ ഉണ്ട്. പിന്നെ എൻ്റെ ഏജ് ക്രൈറ്റീരിയ കുഴപ്പമില്ല, എനിക്ക് അത്യാവശ്യം ലോൺ കിട്ടും. പിന്നെ എനിക്ക് എത്രമാത്രം ലോൺ റേസ് ചെയ്യാൻ പറ്റുമെന്ന് എൻ്റെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് കണ്ടപ്പം എനിക്കൊരു 70 ലക്ഷം രൂപ ലോൺ റേസ് ചെയ്യാൻ പറ്റുമെന്ന് ബാങ്ക് പറഞ്ഞു. സപ്പോസ് അത്രേ ഉള്ളൂ കേട്ടോ, ഇതൊന്നും എൻ്റെ കാര്യത്തിൽ പറഞ്ഞെന്നല്ല ഞാൻ പറഞ്ഞത്, അത്രയേ ഉള്ളൂ. 70 ലക്ഷം രൂപ എനിക്ക് ലോൺ കിട്ടും എന്നെല്ലാമുള്ളൊരു വിശ്വാസത്തിൽ നമ്മൾ ചെന്നിട്ട് ഒരു വില്ല കാണുന്നു. അപ്പോൾ തന്നെ നമ്മളൊരു ഡീലറും ഓണറും പറയുന്നു, സത്യമായിരിക്കാം ചിലപ്പോൾ തള്ളായിരിക്കാം, അയ്യോ ഇത് പോകാൻ നിൽക്കുവാണ്, നാളെ ഒരു പാർട്ടി വരും, അപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മളൊരു 5-10 വില്ല കണ്ടിട്ട് നമുക്കൊന്നും സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടാവില്ല. ഇത് കണ്ടപ്പോൾ തന്നെ നമുക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് കാണും. അതായിരിക്കാം നമ്മൾക്കൊരു ഭയങ്കര ഒരു മോഹവില എന്നൊക്കെ പറയത്തില്ലേ, അപ്പം തന്നെ നമ്മൾ ആ കൂട്ടി വെച്ചിരുന്ന അഡ്വാൻസ് നമുക്ക് ഇത്ര ലോൺ കിട്ടുമെന്ന് ബാങ്ക് പറഞ്ഞല്ലോ, നമ്മുടെ ട്രാക്ക് ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു. പിന്നെ പുതിയ വില്ലയല്ലേ, വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല താനും. നമ്മൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞതുപോലെ അഡ്വാൻസ് തുകയുടെ കുറച്ചും കൂടി കൊടുക്കും. അപ്പം നമ്മളത് കൊടുത്തു, അപ്പോൾ നമ്മുടെ അഡ്വാൻസ് തുകയുടെ കുറച്ചും കൂടി പോയോ. പക്ഷേ പേപ്പർ വർക്കൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും കേട്ടോ, കറക്റ്റായിട്ട് നമ്മൾ പേപ്പറിൽ എഴുതി ഒപ്പിട്ടിട്ടൊക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. എന്നിരുന്നാൽ തന്നെ ആ പേപ്പർ നല്ല പ്രോപ്പറായിട്ട് വായിച്ചു നോക്കുക, ആ എഗ്രിമെൻറ്റ് വായിച്ചു നോക്കുക. കാരണം ആ എഗ്രിമെൻറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, സപ്പോസ് ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനൊരു കാര്യം പറയാം, നമ്മളുടെ ഭാഗത്ത് നമ്മുടെ ട്രാക്ക്, അതായത് നമ്മളുടെ എലിജിബിലിറ്റിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്, അതുകൊണ്ടിട്ടാണ് ലോൺ കിട്ടാതെ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾ കൊടുത്ത അഡ്വാൻസ് തുക മുഴുവൻ നിങ്ങൾക്ക് കിട്ടത്തില്ല. അതായത് ഇപ്പം എൻ്റെ സിബിൽ സ്കോർ ഇത്തിരി ഇഷ്യൂ ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പം എനിക്ക് ഇത്രയും രൂപ എനിക്ക് ലോൺ റേസ് ചെയ്യാൻ പറ്റത്തില്ല പെട്ടെന്ന്, അങ്ങനെയൊക്കെയാണെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ കൊടുത്ത ഫുൾ അഡ്വാൻസ് എമൗണ്ട് നമ്മുടെ വില്ലയുടെ ഓണറിന് തിരിച്ചു വരേണ്ട ആവശ്യമില്ല. 15%, 15% പിടിച്ചിട്ട്, അതായത് ഓരോ എമൗണ്ട് ബേസ് ചെയ്തിട്ടാണ് അത് 10 ലക്ഷം 15 ലക്ഷം അങ്ങനെ ഓരോ എമൗണ്ട്. ഇപ്പോൾ ഒരു 10 ലക്ഷത്തിന് താഴെയാണെന്നുണ്ടെങ്കിൽ 15% പിടിച്ചിട്ട് മാത്രം ആ എമൗണ്ട് അയാൾ തന്നാൽ മതി. സപ്പോസ് ഇപ്പം ഓണറുടെ പ്രോപ്പർട്ടി, നമ്മുടെ വില്ലയ്ക്ക് എന്തെങ്കിലും ലീഗൽ, ബാങ്ക് നോക്കുന്ന 2 കാര്യങ്ങളാണ്. ഒരു പ്രോപ്പർട്ടിയുടെ മേൽ ബാങ്ക് നമുക്ക് ലോൺ തരുമ്പം ആ പ്രോപ്പർട്ടിയുടെ ലീഗലും ടെക്കും ബാങ്ക് നോക്കും. ലീഗൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, ആ പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും ബാങ്ക് അറ്റാച്ച്മെൻറ്റ്സ് ഉണ്ടോ,
അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ മേൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ പേപ്പർ വർക്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും ബാങ്ക് ലോൺ തരത്തില്ല ആ പ്രോപ്പർട്ടിക്ക്. ആ ബാങ്ക് ലോൺ അപ്പം നമ്മുടെ ഫെയിൽ ആവും, കിട്ടത്തില്ല. ടെക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ കാലയളവ്, ആ പ്രോപ്പർട്ടി ഇപ്പം വില്ലയാണെന്നുണ്ടെങ്കിൽ ആ വില്ലയ്ക്ക് എത്ര വില കിട്ടും, അതായത് പുതിയ വില്ലയ്ക്കാണെങ്കിൽ 2500 രൂപ പെർ സ്ക്വയർ ഫീറ്റിന് ഇടുന്നുണ്ട്. അപ്പോൾ ഒരു 1500 സ്ക്വയർ ഫീറ്റിൻ്റെ വില്ലയാണെങ്കിൽ 2500 ഇൻറ്റു 1500 ആ ഒരു എമൗണ്ട് പ്ലസ് ആ സ്ഥലത്തിൻ്റെ വിലയും കിട്ടും. ഇല്ല ഒരു പഴയ ഒരു 10-20 വർഷം പുറകിലുള്ള വീടാണെങ്കിൽ 1000 രൂപ വെച്ച് എടുത്തുള്ളൂ സ്ക്വയർ ഫീറ്റിന്. അപ്പം 1000 ഇൻറ്റു 1500, ഇപ്പോൾ 1500 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണെങ്കിൽ അതും, പിന്നെ ആ സ്ഥലത്തിന് നല്ല വാല്യൂ ഉണ്ടെങ്കിൽ അതും കിട്ടും. അപ്പോൾ ടെക്ക് ഏകദേശം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ലീഗലിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടത്തില്ല. അപ്പം ഈ ലീഗലിലാണ്, അല്ലെങ്കിൽ ലീഗലിലും ടെക്കിലുമാണ് എന്തെങ്കിലും ഇഷ്യൂ വരുന്നതെങ്കിൽ അത് നമ്മുടെ കുറ്റമല്ല, അത് ഓണറുടെ കുറ്റമാണ്. അപ്പോൾ ഓണർ നമുക്ക് ഫുൾ എമൗണ്ട് നമുക്ക് തരണം, ഈ അഡ്വാൻസ് കൊടുത്ത എമൗണ്ട് തരണം, അത്രയേ ഉള്ളൂ. അങ്ങനെയായിരിക്കും ആ പേപ്പറിൽ എഴുതേണ്ടത്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഇത്ര റിസ്ക് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഈ ടോക്കൺ കൊടുത്തിട്ട് ആ പേപ്പർ അങ്ങോട്ട് വാങ്ങുക. ഈ മറ്റേ അതിൻ്റെ എൻക്യുംബറൻസും അതിൻ്റെ കരടച്ച റെസിപ്റ്റും മുന്നാധാരങ്ങളുടെ കോപ്പിയും നമുക്ക് തരേണ്ടതാണ്. ബാങ്കിൽ നമുക്ക് ബാങ്ക് ലോൺ വേണം നമ്മൾ ഓണറോട് നമ്മൾ പറയുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ ബാങ്കിൽ അത് വെച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും നമുക്ക് ചെയ്യാനും പറ്റില്ല. അപ്പോൾ അയാൾക്ക് തരുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല. അത് തന്നിട്ട് നമ്മൾ ബാങ്കിൽ കൊടുക്കുക. ബാങ്കിൻ്റെ ഏജൻറ്റ്സ് ഉണ്ടാകും, അവർക്കൊരു 7-8 ഡേയ്സ് മതി, മാക്സിമം 10 വർക്കിംഗ് ഡേയ്സ് മതി. ആ പ്രോപ്പർട്ടിയുടെ സകല കാര്യങ്ങളും അവർ നോക്കും. ഒരു കുഴപ്പമില്ല എന്നാണ് പറയുന്നതെങ്കിൽ, റിസൾട്ട് ഒരു കുഴപ്പമില്ല എന്നതാണെന്നുണ്ടെങ്കിൽ, ആ പ്രോപ്പർട്ടിക്ക് ഒരു കുഴപ്പമില്ലെന്ന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി അഡ്വാൻസ് കൊടുക്കാം. മനസ്സിലായില്ലേ? ഇല്ല ഈ ലീഗലിൽ എന്തെങ്കിലും കുഴപ്പമുണ്ട്, അല്ല ടെക്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് വരുവാണെങ്കിൽ തലവേദനയാണ്. സപ്പോസ് ഇപ്പോൾ നമുക്ക് ആ ഫുൾ എമൗണ്ട്, നമ്മൾ അഡ്വാൻസ് കൊടുത്ത എമൗണ്ട് നമുക്ക് ഓണർ തരണമെന്നിരുന്നാലും, ഓണറിന് ഇപ്പോൾ മനുഷ്യൻ്റെ കയ്യിൽ കാശില്ല, പെട്ടെന്ന് അത് ബിസിനസ്സാണ്, അവർ മറച്ചു, നമ്മൾ വെയിറ്റ് ചെയ്യണ്ടേ? അല്ലാണ്ട് അയാളെ കൊന്നു അല്ലെങ്കിൽ അയാൾക്കെതിരെ കേസ് കൊടുത്താലും നമുക്ക് തന്നെയല്ലേ തലവേദന. കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കോടതി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരവ് ഉണ്ടാവില്ല. നിങ്ങൾ എന്ത് ബേസിൽ കൊടുത്തു എന്നായിരിക്കും ചോദിക്കാൻ പോകുന്നത്. ആ എഗ്രിമെന്റ് സ്റ്റാമ്പ് പേപ്പർ ആണെന്നുണ്ടെങ്കിലും നമ്മൾ അതിൻ്റെ പിന്നാലെ നടക്കണ്ടേ? അപ്പം നമ്മളുടെ സമയം പോവല്ലേ, നമ്മളുടെ ഏജ് പോകുന്നു. പിന്നെ നല്ലൊരു വില്ല അതിനിടയിൽ വന്നാൽ അത് വാങ്ങാനും പറ്റത്തില്ല, നമുക്ക് പിന്നെ വക്കീലിന് കൊടുക്കേണ്ട വേറെ ഫീസ്. അതുകൊണ്ട് നിങ്ങൾ ഇത്തരം കാര്യങ്ങളാണ് തന്നെ അത് അന്വേഷിച്ചിട്ട് ആ എമൗണ്ട് ഹാൻഡ് ഓവർ ചെയ്യുക, അത്രയേ ഉള്ളൂ. ലീഗലും ടെക്കും എടുത്തു കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ അഡ്വാൻസ് തുക കൈമാറിയാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ അങ്ങനെയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതെനിക്ക് ഇപ്പം ഞാൻ പറയുന്നത് ഇത്തിരി ലോങ് ആവുന്നുണ്ട് വീഡിയോ, പക്ഷെ എനിക്ക് അല്ലാണ്ട് അത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ഇത് ഇങ്ങനെ ചെയ്യാനേ പറ്റത്തുള്ളൂ, അതാണ് നല്ലത്, നമ്മളുടെ സേഫ്റ്റിക്ക് അതാണ് നല്ലത്. ഇല്ലെങ്കിൽ നമ്മളിരുന്ന് ടെൻഷൻ അടിക്കേണ്ടി വരും. ഇപ്പം നമുക്ക് ഫുൾ എമൗണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പം ഓണറുടെ പ്രോപ്പർട്ടിയുടെ മേലാണ് പ്രശ്നം, നമ്മൾ വാങ്ങാൻ പോകുന്ന ബയ്യറുടെ വില്ലയുടെ മേലാണ് പ്രശ്നമെങ്കിലും ആ ബയ്യർ തരുന്നത് വരെ നമ്മളത് വെയിറ്റ് ചെയ്യണം, ഫുൾ എമൗണ്ട് തരുന്നത് വരെ. അയാളുടെ അടുത്ത് പെട്ടെന്ന് മറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അത്ര ടൈം നമ്മുടെ പോകത്തില്ലേ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പം ഇത്തരം കാര്യങ്ങളാണ് കേട്ടോ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. അപ്പം ഞാൻ വീഡിയോ ഒത്തിരി ഞാൻ ലെങ്തി ആക്കുന്നില്ല, ഒത്തിരി ലെങ്തി ആയിട്ടുണ്ട്. എനിവേ മനസ്സിലായെന്ന് കരുതുന്നു. ഇതിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ആഡ് ഓൺസോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്സോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം ബൈ, ഗുഡ് നൈറ്റ്.